ഹലോ ഗായ്സ്, അങ്ങനെ ഇന്ന് 6 മണിക്ക് ഓഫീസിൽ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 5 പേര് ചായ കുടിക്കാൻ വേണ്ടി നമ്മുടെ ജ്യോതിർമയുടെ അടുത്തുള്ള ടീ ലീഫിലോട്ട് പോയി. അത്യാവശ്യം നല്ല വൈബുള്ള സ്ഥലമാണ് കേട്ടോ. ഇതാണ് ജ്യോതിർമയ ബിൽഡിംഗ്. ഇവിടെ ആമ്പലൊക്കെ ഇട്ട് നിറച്ച ഒരു ചെറിയ കുളം പോലെയൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ ഇതിൽ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളെ കണ്ട് ഞങ്ങൾ നേരെ ടീ ലീഫിലോട്ട് പോയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല വൈബുള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത് ചായ ആയാലും കടിയായാലും എന്തായാലും മേടിച്ചിട്ട് നമുക്കിവിടെ കയറി നിന്നൊക്കെ കഴിക്കാം. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാവരും അങ്ങോട്ട് ഓർഡർ ചെയ്യാൻ തുടങ്ങി. എല്ലാവരും പിന്നെ അറിയാലോ, നോൺ വെജേ പറയൂ. ഞാനാണെങ്കിൽ ഇപ്പോൾ നോമ്പായതുകൊണ്ട് വെജിറ്റേറിയനാണ്. അങ്ങനെ ഞാനൊരു പനീറിൻ്റെ ഒരു റോള് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ക്രീം ബണ്ണ് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ആയിരുന്നത് ക്രീം ബണ്ണായിരുന്നു. പിന്നെ മുട്ട ബജി, മുട്ട സാൻഡ്വിച്ച്, ഇതാ ഞാൻ മേടിച്ച പനീർ റോള്. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ മേളിൽ കയറിയിരുന്ന് ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ചു ചായ കുടിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ഇൻഫോ പാർക്കിൽ കൾച്ചറൽ ആൻഡ് ആർട്സ് ഫെസ്റ്റ് തരംഗ്, അപ്പോൾ അതിനിപ്പോൾ ഉടനെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പത്തെ പ്രൊമോഷൻസൊക്കെ ഇവിടെ വെച്ച് ഇന്നലെ ഉണ്ടായിരുന്നു, ബാൻഡ്. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ കമ്പനിയുടെ CEO ജാബിർ സാർ അവിടെ എത്തിയത്. ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ സാറ് പൊളിയാണ്. അങ്ങനെ സാറ് പറഞ്ഞു, വാട ഇഷ്ടമുള്ളത് എടുത്തോ, കുഴപ്പമില്ല, എല്ലാവരും എടുത്തോ, കഴിക്കുക. അങ്ങനെ പിന്നെ സാറിൻ്റെ നിർബന്ധം കാരണം ഞങ്ങൾ വീണ്ടും ചെന്ന് ഓരോരോ കടികളൊക്കെ എടുത്താൻ തുടങ്ങി. എനിക്കാണെങ്കിൽ കഴിക്കാനൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞാനൊരു വാട്ടർമെലൺ ജ്യൂസ് പറഞ്ഞു. അവരൊക്കെ വേറെ എന്തോ ഡോണറ്റോ ചിക്കൻ റോളോ അങ്ങനെ എന്തൊക്കെയാണ് വീണ്ടും പറഞ്ഞത്. പിന്നെ എനിക്കാണെങ്കിൽ നല്ല ത്രോട്ട് ഇൻഫെക്ഷൻ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഐസ് ഇടേ വേണ്ട, ജസ്റ്റ് ജ്യൂസ് അങ്ങ് അടിച്ച് തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇതാ കണ്ടില്ല, ഞങ്ങളുടെ വാട്ടർമെലൺ ജ്യൂസൊക്കെ കിട്ടി. സാറ് പിന്നെ ഞങ്ങളുടെ സാറ് കുറച്ച് നേരം ഇരുന്നു സംസാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.